ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അന്വേഷൺ. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞൊരു ഹെയർ സ്റ്റൈൽ വീഡിയോ ആയിട്ടാണ്. വെറുതെ ഇരിക്കുമ്പോൾ വെറുതെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്ന മുമ്പേ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് തൊട്ടടുത്ത ബെൽബട്ട അടിച്ചു പൊട്ടിക്കണം. അപ്പം നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളെ ഹെയർ ഇപ്പോൾ ഇങ്ങനത്തെ ഇത്ര ഹെയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 റബ്ബർ ബാൻഡ്സ് ഇപ്പോൾ നമ്മൾ വേണ്ട സാധനങ്ങൾ വെച്ചാൽ ഇത് എല്ലാവരുടെയും വീട്ടിലുണ്ടാവും തോന്നുന്നു. ഒരു ക്ലിപ്പ് എടുക്കുക, ഒന്നില്ലെങ്കിൽ 2. ഞാൻ ഇപ്പോൾ ഒന്നേ എടുത്തിട്ടില്ല, ചിലപ്പോൾ കുളമാകുമ്പോൾ കുത്താലോ. അപ്പോൾ ഈ സെക്കൻഡ് സാധനം എന്ന് പറയുന്നത് ഈ ഒരു കോമ്പാണ്. ഇത് മറ്റേ ചിക്കെല്ലാം കളയുന്ന ഒരു കോമ്പില്ലേ, ആ ഒരു കോമ്പാണ്. അത് നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ഹെയർ ആണ്, കുഴപ്പമില്ല. അതിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചിക്കൊന്ന് കളഞ്ഞാൽ മതി. ഇത് സാധാരണ കോമ്പാണ്. പിന്നെ നമ്മൾ 6 ഇങ്ങനത്തെ റബ്ബർ ബാൻഡ്സ് ആണ്. പിന്നെ മറ്റേ വലിയ ഇങ്ങനത്തെ അല്ല, നമ്മൾ കുഞ്ഞി ഇങ്ങനത്തെ റബ്ബർ ബാൻഡ്സ് ആണ് എടുക്കേണ്ടത്. കണ്ടോ? ഓക്കെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മളെ സ്റ്റെപ്പ് എന്ന് വിചാരിച്ചാൽ ഹെയർ കോംബ് ചെയ്യണം. അത് നമ്മൾ ചിക്കായിട്ടുള്ളൊരു മുടി ഉണ്ടെങ്കിൽ നമുക്കത് ഇത് യൂസ് ചെയ്യാം. അതിൽ കുറച്ച് ചിക്കാണ്. ഇതൊരു ക്യൂട്ട് ഹെയർ സ്റ്റൈലുമാണ്. ഇത് നല്ല ക്യൂട്ടായിട്ട് കുട്ടികൾക്കെല്ലാം കുത്തി കൊടുക്കാൻ പറ്റുകയാണ്. സ്കൂളിൽ എനിക്ക് തോന്നിയത് അലൗഡ് അല്ല എന്നാണ്. താഴെ വീണ് ഗൈസിനെ എടുത്തിട്ട്. അപ്പോൾ ഗൈസ് അപ്പോൾ ഇതൊന്ന് മൂട്ടി നന്നായിട്ട് ചീവി. ഇപ്പോൾ കണ്ടോ ഡിഫറൻസ്? ഇത് ഇപ്പം ഇത് കുഞ്ഞിയ അങ്ങനെ. ഓക്കെ. അപ്പം ഇനി നമുക്ക് ഇപ്പോഴത്തെ ഹെയറും നമ്മളെ ഹെയർ ഇങ്ങനെ നല്ല ചിക്കുണ്ട് എൻ്റെ ഹെയറിൽ. ശരിക്കും സ്കൂളിലെല്ലാം പോകുമ്പോൾ ഈ കോമ്പിനെ കൊണ്ടാണ് മുടി വാരാറെന്ന് വെച്ചാൽ കുളിച്ച് കഴിഞ്ഞിട്ട് നല്ല ചിക്കില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ കോമ്പിനെ കൊണ്ട് വാരിയിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ കോമ്പെടുത്തിട്ടൊന്ന് ചീവാക്കി ഇങ്ങനെ കണ്ടോ നേരെ ഇങ്ങനെ ആക്കി നോക്കാം. അപ്പോൾ അവിടെ മാത്രം ഒന്ന് നന്നായി ചീവി കൊടുത്താൽ ഒരു സിൽക്ക് പോലെ നമുക്കൊന്ന് വിചാരിക്കാൻ പറ്റും. ഇങ്ങനെ കണ്ടോ? ഓക്കെ. ഇനി നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹെയറിൽ നമ്മൾ ഈ ഒരു പോർഷനും ഈ ഒരു പോർഷനും നമുക്കിതൊന്ന് എടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് കോമ്പിനെ കൊണ്ടൊന്ന് ചീവി കൊടുക്കാം. കോമ്പിനെ കൊണ്ട് ചീവി കൊണ്ട് മറ്റേ മുടിയെല്ലാം നമുക്ക് ബാക്കിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ. ഈ മുടി മാത്രം ഫ്രണ്ടിലിട്ട് ഇങ്ങനെ പിടിക്കണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതിലൊരു റബ്ബർ ബാൻഡ്. ഇപ്പോൾ പിന്നെ റബ്ബർ ബാൻഡാണ് ഇപ്പോഴത്തെ. കുറേ ഇങ്ങനത്തെ റബ്ബർ ബാൻഡ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. എന്താ വെച്ചാൽ മറ്റേതൊന്നും ടൈറ്റായി നിൽക്കില്ല എനിക്ക് തോന്നുന്നു. മറ്റേ കുഞ്ഞി ഇങ്ങനത്തെ ഒരു റബ്ബർ ബാൻഡ് തടിച്ചിട്ടല്ലാണ്ട് മറ്റേ കുഞ്ഞി അങ്ങനത്തെ യൂസ് ചെയ്യാം. ഇങ്ങനത്തെയും യൂസ് ചെയ്യാം. ഞാൻ ഇങ്ങനത്തെയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ എനിക്കുണ്ട്, പക്ഷേ അതെല്ലാം സ്കൂളിൽ പോകുമ്പോൾ കുത്താറില്ല. സ്കൂളിൽ പോകുമ്പോൾ ഞാൻ ഇങ്ങനെയൊന്നുമല്ല ഗൈസ് ഹെയർ സ്റ്റൈൽ ചെയ്യാറ്. അത് ഞാൻ 2 സൈഡും കെട്ടിപ്പോകും. അപ്പോൾ ഇനി നമുക്ക് ഈ പോർഷൻ ഇത് ബാക്കിലിടാം. ഇത് ഫ്രണ്ടിൽ വെച്ചിട്ടൊന്ന് കോമ്പിനെ കൊണ്ടിട്ട് നാക്കാം. പിന്നെ ഒരു റബ്ബർ ബാൻഡ് എടുക്കുക. ആ സെയിം പോലെ തന്നെ. കൊളായിട്ടില്ലല്ലോ. ഓക്കെ. ഇനി നമുക്കിത് നന്നായിട്ട് ടൈറ്റായിട്ട് മാക്സിമം ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാൻ നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മളിങ്ങനെ കെട്ടിയത് നിങ്ങൾക്ക് വിചാരിക്കും ഇപ്പോൾ ഒരു രസം ഉണ്ടാവില്ല, പക്ഷേ കഴിയുമ്പോൾ നല്ല രസമുണ്ടാവും. ഇനി നമുക്ക് അതേപോലെ തന്നെ ഒരു ഹെയർ ബാൻഡും കൂടി എടുക്കും. അതിൻ്റെ എത്രയുണ്ട്? ഇത്ര തന്നെ വേണ്ടു. ഓക്കെ. 6 കുഞ്ഞ് റബ്ബർ ബാൻഡ്സാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക്
ഈ ഒരു സ്ഥലത്ത് നമുക്ക് പിന്നെയും ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ടൊന്ന് മാക്സിമം ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം. കൊളായി അപ്പോൾ ഇത് ടൈ കൊടുക്കാം. അധികം ടൈ ആക്കട്ടെ, നല്ല കുഞ്ഞായിട്ടൊന്ന് ടൈ ആക്കിയാൽ മതി. ഇതിങ്ങനെ ടൈ ചെയ്ത് കൊടുക്കാം. ഞാനിങ്ങനെ ടൈ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ ഒരു ബാക്കത്ത് നമ്മളെ മാക്സിമം വേറെ മുടി ഇത് നമ്മളിങ്ങനെ വെക്കുക. എന്നിട്ട് നമുക്ക് ഈ മാക്സിമം നമ്മളെ ബാക്കിലുള്ള മുടി നമുക്ക് ഫുള്ളെടുത്തിട്ട് നമ്മൾ സാധാരണ ഇങ്ങനെ കെട്ടുന്ന പോലെ ഇങ്ങനെ കെട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം എടുക്കുക. ഈ ഹെയർ മാത്രം എടുക്കരുത്, നമ്മൾ കെട്ടി വെച്ച് ഹെയർ മാത്രം എടുക്കരുത്. വേറെ ഹെയർ എല്ലാം എടുത്ത് കോമ്പ് യൂസ് ചെയ്തിട്ട് കെട്ടിക്കൊടുക്കുക. പിന്നെ ഈ ഒരു ബ്ലൂ കളർ സെയിം കളറാണോ? സെയിം തന്നെ, പക്ഷേ ഇത് സെയിം അല്ല ഗൈസ്. അയ്യോ നല്ല അയ്യോ എത്ര മതി, 2 ടൈം മതി. അത് ദിവസത്തെയാണ്, എന്നാലും കുഴപ്പമില്ല. ഇനി നമ്മൾ ഈ ഒരു 2 ഹെയർ നമ്മൾ കെട്ടിയിട്ട് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അയ്യോ ഇതിൻ്റെ ബാക്കി ഹെയർ, ഇതിൻ്റെ ബാക്കി ഹെയറാണിത്. അത് കണ്ടില്ല, നമുക്ക് അതിനെ കൂട്ടിക്കെട്ടിട്ട് ഓക്കെ. നമുക്കിത് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക, ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് അത് ഇങ്ങനെ വയ്ക്കുക. നമ്മൾ ഒരു റബ്ബർ ബാൻഡ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ കാച്ചത് ഇങ്ങനെ വെട്ടിക്കൊടുക്കണം. ഇത് എല്ലാം കൂടി കെട്ടണ്ട, അത് ആ ലാസ്റ്റ് ടൈമിലെ പോർഷൻ മാത്രം ഇട്ടിട്ട് നന്നായിട്ട് കെട്ടിക്കൊടുക്കുക. നല്ല ഹാർഡ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ കുളാവലാണ്. അതോട് ഒരു ക്ലിപ്പ് എടുക്കുക, എന്നിട്ട് കുത്തിക്കൊടുക്കുക. അയ്യോ ഓക്കെ. അപ്പം ഇതാണ് നമ്മളെ ക്യൂട്ട് ഹെയർ സ്റ്റൈല്. കണ്ടോ? ഇതെല്ലാം അത് ബാക്കിലാണ് തോന്നുന്നു. ഞാൻ ബാക്കത്ത് കാണിച്ചു തരാം. എനിക്കും ഒരു കാണിച്ചില്ല ബാക്കിൽ, നിങ്ങൾക്ക് മാത്രമേ കാണാൻ പറ്റൂ. ഭംഗിയുണ്ടോ എന്ന് തിരക്കറിയില്ല. ഓക്കെ, ഇതിൻ്റെ വർക്ക് വളരെ നിങ്ങൾക്ക് ഇങ്ങനെയാണ് ചെയ്യാം. ഇതൊരു കുട്ടികൾക്കെല്ലാം ചെയ്ത് കൊടുക്കുക, നല്ല രസമുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാനും എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ ഹെയർ സ്റ്റൈൽ. ഞാൻ ബോറടിക്കുമ്പോൾ ഇങ്ങനെ TV കാണുമ്പോൾ അത് ഞാൻ വിചാരിച്ചത് ഇതിൽ ഹെയർ സ്റ്റൈലെല്ലാം യൂസ് ചെയ്യാതെ അത് വീഡിയോ എടുക്കാമെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ ലൈക്ക് ഷെയർ ഓൾറെഡി ഞാൻ പറഞ്ഞു. ഇഷ്ടപ്പെട്ടതിൽ എന്താ പറയുക, എനിക്കൊന്നും പറയില്ല. ഇഷ്ടപ്പെട്ടതിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. ഇഷ്ടപ്പെട്ടതിൽ യെസ് എന്ന് ഇടണം. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ക്യൂട്ട് ഹെയർ സ്റ്റൈലാണ്. അപ്പം എല്ലാവർക്കും ബൈ.